ഹലോ, ഇന്ന് നമ്മൾ നമ്മുടെ മിഷൻ കുട്ടന്മാരുടെ കൂടെ ആട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ചേച്ചി പുതിയതായിട്ടൊരു മിഷൻ മേടിക്കണം, ഏതാണ് മിഷൻ മേടിക്കേണ്ടത്, ബിഗിനറാണ്, ഒന്ന് ഗൈഡ് ചെയ്ത് തരൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുവാണ്. കാരണം എനിക്ക് 3 മെഷീനുണ്ട്. ഒന്ന് സാധാരണ ചവിട്ടുന്ന മെഷീൻ, രണ്ടാമത്തേത് പവർ മെഷീൻ, മൂന്നാമത് ഇരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേബിൾ ടോപ്പ് മെഷീൻ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിത് 2 കാറ്റഗറി ആയിട്ട് കാണാം. ഒന്ന്, വീട്ടിലിരുന്ന് അവനവൻ്റെ ആവശ്യം മാത്രം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളവർ, അതായത് എനിക്കും എൻ്റെ മക്കൾക്കും അടുത്തുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടും, അടുത്തുള്ളവർ നല്ല റിലേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നവർ, അതിൽ നിന്നൊരു ഏണിങ്സ് പ്രതീക്ഷിക്കുന്നില്ല, അവനവൻ്റെ കാര്യങ്ങൾ നടത്തി പോവുക, അങ്ങനെ ചിന്തിക്കുന്നവർ. ഇനി വേറൊരു കാറ്റഗറി, ഇല്ല ഇതിൽ നിന്ന് എനിക്കൊരു ഏണിങ്സ് വേണം, ഇതിൽ നിന്നൊരു വരുമാനം എനിക്ക് വേണം. ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമുക്കും ആഗ്രഹം കാണില്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ 10 പൈസ വേണമെന്ന് വിചാരിക്കുന്നവർ, അവർ തയ്യലിലൂടെ വരുമാനം കാണാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടർ, ഇതൊരു പ്രൊഫഷൻ ആക്കണം എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് പ്രതീക്ഷിക്കുന്നവർ, അങ്ങനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് കാണാം. ഫസ്റ്റ് കാറ്റഗറി വരുമ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, ഞാൻ എപ്പോഴും ഗൈഡ് ചെയ്യുക, ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളൊരു ടേബിൾ ടോപ്പിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതേ കണക്ക് മേശപ്പുറത്ത് വെച്ചിട്ട് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലാണ്, ചവിട്ടാൻ പഠിക്കണം എന്നില്ല. ഇതിൻ്റെ ആക്സിലറേറ്റർ പോലൊരു സാധനമുണ്ട്, അതിലിങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അതങ്ങ് ആയിക്കോളും സ്റ്റിച്ചസ്. അതിൻ്റെ ആ സെറ്റിങ്സും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആദ്യമേ പഠിച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ തയ്ക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവലി ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അറിയാമല്ലോ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റിച്ച് നമുക്ക് കിട്ടും. സിക്സാക്ക്, പിന്നെന്താണ് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റിച്ചുകൾ, ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഒരു ദിവസം നമുക്ക് 2 അല്ലെങ്കിൽ 3 മണിക്കൂറേ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മോട്ടർ, ഇതിൻ്റെ സൈഡിലുള്ള മോട്ടർ ചൂടാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകും തോറും ഈ മോട്ടറിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മോട്ടർ കംപ്ലൈൻ്റ് ആയാൽ ആ മെഷീൻ കേടാവും. പിന്നെ മോട്ടർ മാറ്റി വെക്കണമെങ്കിൽ തന്നെ ഏകദേശം ആ മെഷീൻ്റെ പകുതി വില തന്നെ ആവും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഒരു 3 to 4 hours മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ക്വാളിറ്റിയാണ് ഈ പറയുന്ന ടേബിൾ ടോപ്പ്. ഇനി ടേബിൾ ടോപ്പിലും ഹൈ ഡ്യൂട്ടി ചെയ്യുന്നതുണ്ട്, ഹെവി ഡ്യൂട്ടി ചെയ്യുന്നതുണ്ട്. അതിന് ഈ പറയുന്ന പോലെ 25,000-30,000 രൂപയൊക്കെ നമ്മൾ മാക്സ് ഉണ്ട് കേട്ടോ, മെഷീൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മെഷീൻസ് സെലക്ട് ചെയ്യുക. ഇനി ചിലപ്പോൾ ചിലർ ചോദിക്കും ഏത് ബ്രാൻഡ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ സ്പെസിഫിക് ഇന്ന ബ്രാൻഡെന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ മണിയിൽ നിൽക്കുന്ന പോലത്തെ നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിക്കുക. കഴിവതും നിങ്ങൾ ഓൺലൈൻ മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മളൊരു ഷോപ്പിൽ പോയി നിങ്ങൾ തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി ഒക്കെ എടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാര്യം ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിലും മേടിച്ച് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയോ പോളിസി ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ, എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ, ഞാനങ്ങനെ മേടിച്ചിട്ടില്ലാത്തത് കൊണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊരു ഷോപ്പിൽ പോയി മേടിക്കണം എന്നാണ് കേട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സജസ്റ്റ് ചെയ്യുക ടേബിൾ ടോപ്പാണേ. ഇനി നിങ്ങളതിൽ നിന്നൊരു ഏണിങ്സ് വേണമെന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ കാണാമല്ലോ, നോർമൽ ചവിട്ടുന്ന മെഷീനാണ്, ബിഗിനറാണ്, ചേച്ചി ബഡ്ജറ്റ് കുറവാണ് എന്നിങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതാണ് ഏറ്റവും ആദ്യമായിട്ട് മേടിച്ച മെഷീൻ. ഇതിൻ്റെ അറിയാമല്ലോ, സാധാരണ ചവിട്ടുന്ന മെഷീൻ. അപ്പോൾ ആദ്യം ഞാൻ ചവിട്ടി തന്നെയാണ് തയ്ച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ പോയപ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും കുറച്ച് സ്പീഡ് വേണം, ചവിട്ടി മടുത്തു, കാലൊക്കെ വേദനിക്കുന്നു എന്നൊക്കെ തോന്നി തുടങ്ങും. അപ്പോൾ നമ്മൾ മോട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിലേക്ക് ഒരു മോട്ടർ അറ്റാച്ച് ചെയ്യാൻ പറ്റും, അത് നമ്മൾ മേടിച്ച് വെക്കും. അതിന് വേണം 1,500 രൂപ. ഇത് ഞാൻ ഏതാണ്ട് 7,000 രൂപ 8,000 രൂപ അടുപ്പിച്ചെന്തോ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ കൂടെ 1,500 കൂടെ ആഡ് ചെയ്ത് വരണം. അപ്പോൾ 7,000 രൂപയാണെന്ന് കരുതിക്കോ. അപ്പോൾ 1,500 കൂടെ ആകുമ്പോൾ 8,500. ഇനി ഡെയിലി ഈ സാധനം ഓയിൽ ചെയ്ത് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് 1-2 ഓയിൽ ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻ ഭയങ്കര മടുപ്പാവും. ഇതൊരു സ്മൂത്ത്നെസ് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലോയിൽ തയ്ച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇതും ഇങ്ങനെ കറാ എന്നൊരു സൗണ്ടും ആകപ്പാടെ ഒരു
ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെഷീനിൽ എന്തൊക്കെയോ എന്തോ സംഭവിക്കുന്നു എന്നുള്ളത്. അത് ആ ഗ്രിപ്പ് വരും. ഈ മെഷീനിൽ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഗൈഡായിപ്പോവും. അതേ സമയത്ത് ഓയിൽ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഇത് തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കായിരിക്കും എപ്പോഴും. ആ വഴക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും മിക്കവാറും ഡെയിലി ഓയിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കിഷ്ടമുള്ള പ്രഷർ ഫുഡ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഓപ്ഷൻ നോർമലി വരുന്ന പോലത്തെ പ്രഷർ ഫുഡ്. രണ്ടാമത്തെ ഓപ്ഷൻ ഈ സിംഗിൾ ഫുഡില്ലേ, ലെഫ്റ്റ് സൈഡ് ഫുഡ് റൈറ്റ് സൈഡ് ഫുഡ്, ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഈ മെഷീനിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നം, ഞാൻ ഈ ഫൂട്ട് യൂസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫൂട്ടിൽ ഒരിടത്ത് കിടക്കും, നീഡിൽ വേറൊരിടത്ത് കിടക്കും. രണ്ടും ഇങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ആ ബാറില്ലേ, ആ പ്രഷർ ഫുഡിൻ്റെ ബാറ്, അതിനെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ നീഡിലുമായിട്ട് അഡ്ജസ്റ്റ് ആകുന്ന പോലെ വെച്ചിട്ട് തയ്ക്കുമായിരുന്നു. ഇപ്പോൾ സിപ്പൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ വീണ്ടും പഴയപടി മറ്റേ ഫൂട്ട് വെക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് വെക്കും. അങ്ങനെ എന്ത് പറ്റിയെന്ന് അറിയാമോ, ഈ ബാറിൻ്റെ ഒരു അലൈൻമെൻ്റ് ഉണ്ട്, അത് തെറ്റി തുടങ്ങി. അത് ഒരു പ്രശ്നം. ഇനി വരുന്നൊരു കേസെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഷട്ടിൽ, അതിപ്പോൾ നമ്മൾ എന്താ പറയുക, അറിയാതെ എവിടെയെങ്കിലും മുത്തോ എന്തെങ്കിലുമൊക്കെ അടിക്കുവാണെങ്കിലോ സിബിലോ ഒക്കെ അടിക്കുവാണെങ്കിൽ ഈ സൂചി പെട്ടെന്ന് ഈ സാധനത്തിൽ വന്ന് അടിച്ചിട്ട് ഇതിൻ്റെ ഷട്ടിലുണ്ട്, ഈ അടിയിലത്തെ കറങ്ങുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇതുമായിട്ട് ഉള്ള അലൈൻമെൻറ്റ് തെറ്റിപ്പോവും. സൂചി ഒടിഞ്ഞും പോവും, താഴത്തെ അലൈൻമെൻറ്റും തെറ്റിപ്പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് കിട്ടത്തില്ല, നൂല് പൊങ്ങി വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ അലൈൻമെൻറ്റ് ശരിയാക്കണം. നമ്മളത് പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിക്കണമെങ്കിൽ 500 രൂപ എങ്ങനെയാണെങ്കിലും അവർ മേടിക്കും. ഞാനീ പറഞ്ഞ അലൈൻമെൻറ്റ് പ്രശ്നം, അതായത് എവിടെയെങ്കിലും തട്ടി സൂചി ഒടിഞ്ഞ് അലൈൻമെൻറ്റ് തെറ്റുന്ന പ്രശ്നം ഇൻഡസ്ട്രിയൽ മെഷീനിലും വരാറുണ്ട് കേട്ടോ. സർവീസ് ചെയ്ത് വരുന്ന ആൾ പിന്നെ നമ്മൾ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ഞാൻ കുറേ ശ്രമിച്ചിട്ടാണ് അത് ശരിയാക്കിയിട്ടുള്ളത്. ശരിയാക്കിയപ്പോഴും കുറേ നാൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഏറ്റക്കുറച്ചിൽ വന്നിട്ടും അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വന്ന് ഞാനത് കറക്റ്റ് ചെയ്ത് കുറേ ഞാൻ പാടുപെട്ട് ചെയ്തിട്ടുണ്ട്. പോകെ ഈ സ്റ്റിച്ച് കിട്ടുന്നേ ഇല്ല. എന്തുകൊണ്ട് ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണോന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം സ്റ്റിച്ചിലിങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, സ്കിപ്പ് ചെയ്യാൻ തുടങ്ങുക, സൂചിയൊക്കെ മാറ്റിയിട്ട് നോക്കിയിട്ട് സ്കിപ്പ് ചെയ്യുക ഒക്കെ വരുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഈ അലൈൻമെൻറ്റ് തെറ്റുന്നതുകൊണ്ടാണ് ഒരു കാര്യം. മറ്റേ സൂചി മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ചിലത് ഈ പറയുന്ന പോലെ സൂചിയുടെ പ്രശ്നം കൊണ്ട് വരും. പക്ഷേ സൂചി മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ അതിൻ്റെ അലൈൻമെൻറ്റിൽ വന്നിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതൊരു സൈഡിൽ. ഇനി എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രോക്ക് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലൊന്നും തയ്ക്കാൻ പറ്റത്തില്ല നമുക്കിതിൽ. ജീൻസൊന്നും അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ലെയർ പോലെ വരുന്ന പോലെ സാധനങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം, ഒരു 4 ലെയർ അടുപ്പിച്ചൊരു നെറ്റിൻ്റെ തുണി വന്നെന്ന് വിചാരിക്കും. ഇതിലിങ്ങനെ നമ്മൾ സ്റ്റിച്ച് എടുത്ത് വരുമ്പോഴത്തേന് ഈ നൂലിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴാതെ ഈ നൂലിങ്ങനെ വലിഞ്ഞ് വന്ന് നിൽക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഫേസ് ചെയ്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഇതിൽ പല ലെയേഴ്സ് കയറിപ്പോകത്തില്ല. 2 അല്ലെങ്കിൽ 3 ലെയറൊക്കെ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ ലൂപ്പ് പോലെ ഇതിങ്ങനെ കിടക്കും. അതൊരു പ്രശ്നം. കാര്യം ഇത് ഏറ്റവും അവസാനം ഞാൻ അടുത്ത മെഷീൻ മേടിക്കണമെന്ന് തീരുമാനിക്കാൻ തന്നെ കാര്യം, ഞാനിതൊരു വെഡ്ഡിങ് വർക്ക് ചെയ്തു. ഏറ്റവും അവസാനം അതാണ് ഞാൻ ചെയ്തത്. ഒരു വെഡ്ഡിങ് വർക്ക് ചെയ്ത് ഞാൻ കൊടുത്തു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൂര്യ സ്റ്റിച്ച് തയ്യലൊക്കെ ഓക്കെയാണ്, മറ്റേ ഫിറ്റിംഗ് ഒക്കെ കറക്റ്റാണ്, പക്ഷേ സ്റ്റിച്ച് ശരിയല്ലെന്ന് പറഞ്ഞു. സ്റ്റിച്ച് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുവാന്ന് പറഞ്ഞു. ഞാനിവിടെ തലങ്ങും വിലങ്ങും എല്ലാം നോക്കിയിട്ടൊന്നും ഇത് ശരിയാവുന്നേ ഇല്ല. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എന്നാൽ പിന്നെ ശരി മെഷീൻ മേടിച്ചേക്കാം, ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ ഇത് ഇൻഡസ്ട്രിയൽ മേടിക്കുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ നമുക്കറിയാം 27,000 രൂപയ്ക്ക് മുകളിലോട്ട് വരും ഇൻഡസ്ട്രിയൽ മെഷീൻ മേടിക്കുമ്പോഴത്തേനും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഇൻഡസ്ട്രിയൽ മെഷീൻ്റെ ഫീച്ചേഴ്സ്: ഇലക്ട്രിക്കാണ്, സ്റ്റിച്ച് പെർഫെക്റ്റാണ്. സ്റ്റിച്ചിൽ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ഒപ്പിക്കുക, അതുകൊണ്ട് സ്റ്റിച്ചിൽ യാതൊരു പ്രശ്നം വരത്തില്ല. ഒരുവിധം കട്ടിയുള്ള ഏത് മെറ്റീരിയലും ഇത് അടിച്ചു തരും. ഏറ്റവും നൈസായിട്ട് തൊട്ട് ഏറ്റവും കട്ടിയുള്ള തുണി വരെ നല്ല സുഖമായിട്ട് തയ്ച്ചു തരും, ഒരു കുഴപ്പമില്ല. ഓയിൽ ചെയ്ത് കൊടുക്കണ്ട. പിന്നെ ഈ മെഷീനിലാണെങ്കിൽ പ്രഷർ ബാർ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പ്രഷർ ഫുട്ട് പൊക്കാൻ ഇതാക്കാൻ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൈ കൊണ്ട് കൊടുക്കണം. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാലുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് പ്രത്യേകിച്ച് വേറെ വർക്ക് വരുന്നില്ല, കാലുകൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെന്താണ് ലൈറ്റ് വരുന്നുണ്ട്.
സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്നും പറഞ്ഞ് പോവും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ വരുന്ന എന്താണ്, ബാക്ക് സ്റ്റിച്ച്. നല്ല സുന്ദരമായിട്ട് ബാക്ക് സ്റ്റിച്ച് ഇടാം. ഇതിൽ ഈ ബാറിൽ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിച്ച് ആവും. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എടുത്ത് തിരിച്ച് പറിച്ച് ഒക്കെ വേണം ബാക്ക് സ്റ്റിച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ, ബോബിൻ ബൈൻഡ് ചെയ്യാം. അത് ഇതിലും ചെയ്യാം കേട്ടോ. ചില മെഷീനിലൊക്കെ ഇപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് ബോബിൻ ബൈൻഡ് ചെയ്യാൻ പാകത്തിന്. അതാണ് കേട്ടോ. പിന്നെ എന്താണ്, ഇതിൽ പക്ഷേ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ വരുള്ളൂ കേട്ടോ. 27,000 രൂപ കൊടുത്ത് മുടക്കി സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണല്ലോ എന്ന് ഓർക്കൊണ്ട, നല്ല സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രഷർ ഫൂട്ട് യൂസ് ചെയ്യാം. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിൽ വരുന്ന ഏതൊരു ഫൂട്ടും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. സൈഡ് ഫൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്ന സിംഗിൾ ഫൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. റോൾഡ് ഹെം ഫൂട്ട് യൂസ് ചെയ്യാം. ഗ്യാതറിങ്, പിന്നെന്താണ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഒത്തിരി ഫൂട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ മെഷീനിൽ കിട്ടും, അവൈലബിൾ ആണ്. പക്ഷേ ഈ സാധനത്തിൽ ഈ പറയുന്ന സിംഗിൾ ഫൂട്ട് അല്ലാതെ എനിക്ക് തോന്നുന്നൊരു റോൾഡ് ഹെമ്മും കൂടെ കിട്ടും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ ഒന്നും കിട്ടാനില്ല. ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനിൽ ഞാൻ നോക്കി ഷോപ്പിൽ ഞാൻ നോക്കി ഈ രണ്ട് ഫൂട്ടിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് അവൈലബിൾ അല്ല. അപ്പം അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. 27,000 രൂപ അല്ലെങ്കിൽ 30,000 നിങ്ങൾ മുടക്കിയാലും നിങ്ങൾക്ക് നഷ്ടമാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. എത്ര വർഷം വേണോ ഇതിങ്ങനെ പോകും. അധികം കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ബോബിൻ ബൈൻഡ് ചെയ്യുന്നതിനകത്തൊരു റിങ് ഉണ്ട്, ഒരു ടയർ മാതിരി ഒരു സാധനം. അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താണ്, സ്പീഡ് കൺട്രോൾ ചെയ്യാം, ലൈറ്റ് കൺട്രോൾ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്ലസ്സും ഇതിനകത്തുണ്ട്. ചില മെഷീനുണ്ട് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ്, അതിൽ ഓട്ടോമാറ്റിക് ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ത്രെഡ് കട്ട് ചെയ്ത് വരുന്ന മോഡൽസും ഉണ്ട്. ഇനി ഇതിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് സിഗ്സാഗ് വരുന്ന മെഷീൻസും ഉണ്ട്. ജാക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്ക് നിലവിലില്ല. അതിൻ്റെ പർപ്പസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മേടിക്കാം. 27,000 രൂപയ്ക്ക് വേർത്താണ്. അയ്യോ 27,000 രൂപ പോവോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങളിതൊരു ഏണിങ്സ് ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും കണ്ണും പൂട്ടി ഇൻഡസ്ട്രിയിൽ തന്നെ മേടിക്കുക, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും ഉണ്ടാക്കാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ചേച്ചി 27,000 രൂപ തുടക്കത്തിലേ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ഇത് മാർഗമായിട്ട് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മെനക്കെടണം. നിങ്ങളുടെ കയ്യിൽ നോർമൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ സ്ട്രഗിൾ റിയൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ടേബിൾ ടോപ്പിൽ അറിയാമല്ലോ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റിച്ച് നമുക്ക് കിട്ടും. സിഗ്സാക്ക്, പിന്നെന്താണ് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റിച്ചുകൾ, ബട്ടൺ ഹോൾ സ്റ്റിച്ച്, അതൊന്നും ഇതിലില്ല കേട്ടോ, നമുക്കതൊന്നും കിട്ടത്തില്ല. ഹെവി ഡ്യൂട്ടി വരുന്ന മിക്കവാറും മെഷീൻസിലൊക്കെ ഈ പറയുന്ന വെറൈറ്റീസ് 10,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഒരുവിധം മെഷീനിലെല്ലാം ഈ പറയുന്ന കണക്ക് സ്റ്റിച്ച് ചെയ്യാം, നല്ല വെറൈറ്റി സ്റ്റിച്ചുകൾ കിട്ടും. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഫൂട്ടും കിട്ടും. 1000 രൂപയുടെ ഒരു കിറ്റുണ്ട്, 1,200 രൂപയുടെ ഒരു കിറ്റുണ്ട്, അതിനകത്ത് സകലമാന ഫൂട്ടും ഉണ്ട്. അപ്പോൾ ആ മെഷീൻ ഞാൻ പറഞ്ഞില്ല, ആ മെഷീൻ ഈ ഒരു കുഴപ്പമുള്ളത് കൊണ്ട്, ഏതാണ്, മോട്ടർ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് ഹോം പർപ്പസാണ് അവരും പറയുന്നത്, കമ്പനി പറയുന്നതും ഹോം പർപ്പസാണ്. അപ്പോൾ നിങ്ങൾ അത് ഉദ്ദേശിച്ച് അത് മേടിക്കുക. പിന്നെ 2 ഞാൻ സജസ്റ്റ് ചെയ്തല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുന്ന നിങ്ങളോട് പിന്നെ ചിലർ ചോദിക്കുവേ ഇൻഡസ്ട്രിയൽ മെഷീനിൽ ചവിട്ടി പഠിക്കാൻ പാടാണോ? ഒരു പാടുമില്ല. ഇത് പഠിക്കുന്നത് അത്രയും പോലും പാടില്ല. ഈ മെഷീൻ ചവിട്ടാനായിട്ട് എന്നെ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കണം, കാൽ വെച്ചൊന്ന് ചവിട്ടി കൊടുക്കണം, സ്ട്രൈറ്റ് സ്റ്റിച്ച് വെക്കുക. മറ്റേ തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് പഠിക്കണം, ഇങ്ങനെ വരുന്നതനുസരിച്ച് ചവിട്ടുന്നതും ബാലൻസ് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റിച്ച് കിട്ടുള്ളൂ. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടതാണ്, എന്താണ്, ആദ്യം നോർമൽ ചവിട്ടുന്ന മെഷീനിൽ പഠിക്കൂ, എന്നിട്ട് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ മേടിക്കൂ, കാശുണ്ടാക്കി. നിങ്ങൾക്ക് പൈസ ഉണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ മെഷീൻ മേടിക്കുക. കാരണം അത് മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന കണസ പ്രശ്നമൊന്നും വരത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയാം, ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ മെഷീനിൽ ഞാൻ ഡെയിലി വൈകിട്ട് ഓയിലിട്ട് കൊടുത്തിട്ട് പിറ്റേ ദിവസം തയ്ക്കാൻ വന്നിരിക്കുമ്പോഴത്തേനും ഞാൻ ഈ പറയുന്ന കണക്ക് ആദ്യം ഒരു റഫായിട്ടൊരു ക്ലോത്തിനെ ഞാൻ അടിച്ച് കൊടുക്കും. എന്നാൽ പോലും ഞാൻ നല്ല തുണി വന്ന് തയ്ക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഓയിലിൻ്റെ ഇതുണ്ടല്ലോ, അത് ആ നൂലിൽ കൂടെ ഇങ്ങനെ വരും.
തയ്ച്ച് വരുമ്പോഴത്തേനും ഇന്ന് നമുക്ക് കാണാൻ പറ്റും ലൈനിങ് പോലെ. ഇത് അവർ കസ്റ്റമർ കണ്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതെങ്ങനെ തരണം ചെയ്യുമെന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 പ്രാവശ്യം വേസ്റ്റ് തുണി മാത്രം അടിച്ച് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ അടുത്ത നല്ല തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് സിബ്ബർ ഫൂട്ട് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. പിന്നെ മോശമാണോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയും പറയത്തില്ല. കാര്യം 4-5 കൊല്ലം എനിക്ക് ചോറ് തന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ തീരെ മോശമൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി സ്റ്റിച്ചാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് പോകാം. അല്ല, ഇനി ഒരു തരത്തിലും പറ്റുന്നില്ല, ബഡ്ജറ്റ് ഈ പറയുന്ന പോലെ 10 താഴെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു അത്രയും ഈ 27-30 പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ പറയുന്ന ഈ മെഷീൻ മേടിച്ചാൽ മതി. ഏറ്റവും ബേസിക്ക് മേടിച്ചാൽ മതി. കാര്യം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ടേബിൾ ടോപ്പ് എടുക്കാൻ പോയാൽ നമുക്ക് പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ്ലി വർക്ക് വരുമ്പോൾ ആ മെഷീൻ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇത് പക്ഷെ അങ്ങനെ വരത്തില്ല, മോട്ടറൊന്നും ഇല്ലല്ലോ, വലിയ പ്രശ്നം വരത്തില്ല. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും സാധനം. ഇതൊന്നും പോരാതെ ഓവർലോക്ക് മെഷീനും കൂടെ വേണം. പുറത്തൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനും വരും 6000-7000 രൂപയൊക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ച് പേരെങ്കിലും ഞാനിത് വോയിസൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേനും ഇവരെന്തോ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, പൈസ ഒക്കെ എന്തോ വിലയില്ലാത്ത ആളിനെ പോലെ. സത്യം പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, എനിക്കറിയാൻ പാടില്ല, കിട്ടുന്ന 5 രൂപയും 10 രൂപയും വരെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് അത്രയും ഞാൻ പറയാം, നിങ്ങളൊരു ഡ്രീം പോലെ ഇത് വെച്ചേക്കാം മനസ്സിൽ. എല്ലാ ദിവസവും മെഷീൻ മേടിക്കണം, പവർ മെഷീൻ മേടിക്കണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചിരിക്കും. ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും അത്രയും പൈസയല്ലേ, എനിക്ക് മേടിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. കുറച്ച് പേര് എനിക്കറിയാം, മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഞാനിത് പറയുമ്പോൾ, ചേച്ചി അത്രയും പൈസ എനിക്ക് മേടിക്കാൻ ഒരു നിവൃത്തിയില്ല, ഇപ്പോൾ എൻ്റെ നോർമൽ മെഷീൻ ഉണ്ട്, എനിക്ക് വേണമെന്നുണ്ട്, പക്ഷേ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമോ? നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ എന്നും മനസ്സിൽ വിചാരിക്കുക ഇൻഡസ്ട്രിയൽ മെഷീൻ എങ്ങനെ. ഞാൻ എന്താണെന്നറിയാമോ, ഇനീഷ്യൽ സ്റ്റേജിൽ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ കൂടുതലും കാണുന്ന വീഡിയോസിലെല്ലാം ഇവർ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ മെഷീൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി എനിക്കത് വേണം ഇങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു. അതുപോലെ നിങ്ങളും ചിന്തിക്കുക, എനിക്കത് വേണം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പണിയെടുത്ത് കാശുണ്ടാക്കി നിങ്ങളത് മേടിക്കും. ട്രസ്റ്റ് മീ. മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാരണവശാലും റിഗ്രറ്റ് ചെയ്യത്തില്ല. അത് ഈ ഉഷ എന്ന് ഞാൻ പറയത്തില്ല, ഉഷയോ ജാക്കോ ജൂക്കിയോ നിങ്ങൾ കടയിൽ പോയി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വലിച്ച് നീട്ടിയിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ എങ്കിൽ കൂടെയും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാം, വീട്ടിലേക്ക് വേണ്ടിയിട്ട് മേടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടേബിൾ ടോപ്പ് മേടിക്കാം. അതിൽ ഇതെന്ന് പറഞ്ഞത് ഇതുണ്ട്, ബ്രദറിൻ്റെ ഏറ്റവും ബേസിക്കാണ്. നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിച്ചസ് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ നോക്കി മേടിക്കാം. അതൊന്ന്. ഇനി ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മേടിക്കുക. നിങ്ങൾക്കതിൽ ബഡ്ജറ്റ് നിലവിലില്ല, ഒരു സാഹചര്യത്തിൽ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതാ സാധാരണ ചവിട്ടുന്ന മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക, അതിൽ മേടിക്കുക. ബഡ്ജറ്റില്ലെങ്കിൽ മാത്രം. ഞാൻ പൈസ ഇല്ലെന്ന് ഓർത്തിട്ട് ഇത് പറയുന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആ ഡ്രീം കണ്ട് വർക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിലേക്ക് എത്തുള്ളൂ. അതിലെത്താൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വരണം. അതിനുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ.